പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങളറിയാൻ, പ്രത്യേകിച്ച് ഈഴവരറിയാൻ, നിങ്ങളാണ് രാവിലെ തന്നെ ബിവറേജിൽ പോയി ക്യൂ നിന്ന് ലക്ഷ്യമില്ലാണ്ട് കല്യാണം കഴിക്കാണ്ട് ഒരു വളർച്ചയില്ലാണ്ട് പോകുന്നത്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഈഴവരിൽ തന്നെ വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ഒത്തിരി ആൾക്കാർ വിവേകത്തോടെ കാര്യങ്ങളെ നിരീക്ഷിക്കാനും ഉയരാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒത്തിരി ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈഴവരിൽ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് പലരുടെയും കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചെയ്യേണ്ടത് വിദ്യാഭ്യാസം നേടുക, ആരോഗ്യം നേടുക. ആരോഗ്യരംഗത്ത് വളരെ മോശമാണ് പ്രധാനമായിട്ടും ഈ ലഹരി, മദ്യം, അതുപോലുള്ള മറ്റു സാധനങ്ങൾ. അത് കൂടുന്നതുകൊണ്ടാണ് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ നിർത്തുക. ജിമ്മിലോ അല്ലെങ്കിൽ മറ്റ് കളികളിലോ പോയി മുഴുകുക. വേറെ എത്രയോ കളികളുണ്ട്. ഈ കളികളെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ നശിപ്പിക്കുന്നതല്ല. നമ്മൾ ഓരോ കളികളിലൂടെ പോകുമ്പോഴും നമ്മുടെ ശരീരം എത്രത്തോളം ഫിറ്റാകുന്നു അതേപോലെ നമ്മുടെ തലച്ചോറും ഫിറ്റാകും. നമുക്ക് തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പറ്റും, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അകൽച്ച പാലിക്കേണ്ട സാധനങ്ങളെ, മദ്യവും മയക്കുമരുന്നും പോലുള്ള കാര്യങ്ങളെ അകറ്റി നിർത്താൻ ഒറ്റ പ്രാവശ്യം തീരുമാനിച്ചാൽ തന്നെ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒത്തിരി പ്രയോജനങ്ങൾ ഈ വക കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പണ്ടത്തെ കാലത്ത് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളില്ല. നല്ല നല്ല ഭക്ഷണങ്ങൾ തലച്ചോറിനെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന, അതിൽ ലഹരിയിലേക്ക് പോകാൻ താല്പര്യം തോന്നാത്ത തരം ഭക്ഷണങ്ങളുണ്ട്. നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, മനസ്സിന് ഉറപ്പ് കിട്ടും. വയറിന് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ തന്നെ തലച്ചോറിനും അതേപോലത്തെ ഉറപ്പ് കിട്ടും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അത് നമ്മുടെ നല്ല ചിന്തകളെയും മറ്റു പല കാര്യങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കുട്ടികളും കരാട്ടെ, കളരി ഇതേപോലുള്ള കാര്യങ്ങളിൽ അച്ഛനമ്മമാർ വിടുന്നതിൻ്റെ ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ മക്കളെല്ലാം A+, Aയും അങ്ങനെയുള്ള പല ഇതും മേടിച്ചുകൊണ്ട് പല രംഗത്തും വളർന്നു വരുന്നത്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഈ കുറച്ച് മദ്യപാന ശീലങ്ങളും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും കൈവിട്ട് പോകാണ്ടിരിക്കാനായിട്ട് അടിസ്ഥാനപരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആയോധന കലകൾ പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുതന്നെ നിങ്ങളുടെ കല്യാണം, നിങ്ങളുടെ മനസ്സും ശരീരവും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരു കല്യാണം എന്ന് പറയുന്നത് വെറുതെ നടക്കുന്നതല്ല. നമ്മുടെ സംസാരശേഷി കൊണ്ട് പോലും നമ്മുടെ ഭംഗിയോ കാര്യങ്ങളൊന്നും അല്ല, സംസാരിക്കാൻ കഴിവുണ്ടോ നിങ്ങൾക്ക്, പെണ്ണുങ്ങളെ സംസാരിക്കാനും പെണ്ണുങ്ങൾക്ക് ഇംപ്രഷൻ ഉണ്ടാകാനും മറ്റു പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കും. ഇൻ കേസ് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനും പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ മുഴുകാനും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാതിരിക്കാനും അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളിലൂടെ കിട്ടുന്നുണ്ടാവും.